പ്രൈസ് ലോർഡ്. നിങ്ങളെല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈശോരുവാതി തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. ഈശോരുവാതിലടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. ഈശോരുവാതി തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. ഈശോരുവാതിലടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. തുറന്നിടുമേ വാതി തുറന്നിടുമേ, എനിക്കായി വാതി തുറന്നിടുമേ. അടച്ചിടുമേ വാതിലടച്ചിടുമേ, വൈരിൻ വാതിലടച്ചിടുമേ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഒക്ടോബർ മാസം 16-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ദൈവം ചില വാതിലുകൾ നിങ്ങൾക്കായി തുറക്കുവാൻ പോകുന്നു. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് 1 കൊരിന്ത്യർ 16-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. എനിക്ക് വലുതും സഫലമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികൾ പലരുണ്ട്. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് നമുക്ക് വേണ്ടി ദൈവം ചില വാതിലുകൾ തുറക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ആമേൻ പറയണം. നിങ്ങൾക്ക് വേണ്ടി ഇതുവരെയും തുറക്കാത്തൊരു വാതിൽ തുറക്കാൻ പോവുകയാണ്. ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം എന്നെ 4 വിധമായ വാതിലുകൾ തുറക്കുന്നത് ഒന്ന് ഓർപ്പിച്ചു. അത് ഞാൻ നിങ്ങളുമായി പ്രഭാതത്തിൽ പങ്കുവയ്ക്കാൻ പോവുകയാണ്. 1-ാമത്തെ വാതിൽ എന്ന് പറയുന്നത്, നാം ഒരു ഡോറിന്റെ അടുക്കൽ ചെന്ന് നിൽക്കുമ്പോൾ തനിയെ തുറക്കുന്ന വാതിലുകളുണ്ട്. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസിന് വേണ്ടി സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ പത്രോസിന് വേണ്ടി 1-ാം കവാടവും 2-ാം കവാടവും തുറന്നു കൊടുക്കുകയും പട്ടണത്തിന്റെ ഇരുമ്പ് വാതിൽ തനിയെ തുറക്കുന്നത് കാണാൻ കഴിയും. എന്നെ കേൾക്കുന്നവരെ ഞാൻ അതുകൊണ്ട് വിളിച്ചു പറയുകയാണ്, പ്രാർത്ഥനയുടെ ആഴങ്ങൾ വെളിപ്പെടുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ സ്വതമേ വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത്, വലിയ ഷോപ്പിംഗ് സെന്ററിലേക്ക് ഫ്രണ്ടിൽ ചെന്ന് നിന്നാൽ നമ്മൾ ആ ചെന്ന വാതിൽക്കൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ തന്നെ നമ്മളെ സെൻസ് ചെയ്തുകൊണ്ട് ആ വാതിലുകൾ തനിയെ തുറക്കുന്നത് കാണാൻ പറ്റും. ഇതേപോലെ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ചില വാതിലുകൾ തനിയെ തുറന്നു വരാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മളൊരു വാക്യം ഒന്ന് വായിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്കൽപ്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. എന്നെ കേൾക്കുന്നവരെ, നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവത്തിന്റെ വചനം പാലിക്കാനൊക്കെ തീരുമാനമെടുക്കുമ്പോൾ തന്നെ ഇന്ന് പകൽ വിശ്വസിച്ചോ, നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ എൻ്റെ ദൈവം തുറക്കാൻ പോകുക. കാരണം നിന്റെ പ്രവൃത്തിക്കൊത്തവണ്ണം തുറക്കുന്ന വാതിലുകൾ. കർത്താവിനൊന്ന് നന്ദി പറയാൻ പറ്റുമോ? 2-ാമത്തെ വാതിലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ചില വാതിലുകളിൽ അടുക്കൽ ചെന്ന് പുറമെ മുട്ടിയാൽ അകത്തുനിന്ന് തുറക്കുന്ന വാതിലുകളുണ്ട്. പ്രാർത്ഥനയിൽ മുട്ടുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാൻ മടുക്കരുത്. ഇന്ന് നാളുകൾ മുട്ടിയൊരു വാതില് നിനക്ക് വേണ്ടി, ആ ജോലിയുടെ വാതിൽ, ഹല്ലേലൂയ, ആ വിവാഹത്തിന്റെ വാതിൽ, ആ ബിസിനസിന്റെ വാതിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം തുറക്കാൻ പോവുകയാണ്. നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ വസ്തുവിന്റെ വിൽപ്പനയുടെ വാതിൽ ഇന്ന് മുട്ടുന്നതിനകത്ത് മടിക്കാത്ത ചിലവർക്ക് വേണ്ടി എൻ്റെ ദൈവം തുറന്നു തരാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലേക്ക്. യാചിക്കുന്നവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നെ കേൾക്കുന്നവരെ, വചനത്തെ അതേപോലെ ശ്രദ്ധിക്കുന്ന, വചനത്തിന് വേണ്ടി വിശ്വസിക്കുന്ന ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് വ്യക്തമായി ഓർപ്പിക്കുകയാണ്, മുട്ടുന്നതിനകത്ത് മടുത്തു പോകരുത്. ഞാൻ കഴിഞ്ഞ 23 വർഷമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നുണ്ട്. ഈ 23 വർഷങ്ങളിൽ അനേക ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലവർ കർത്താവിന് വേണ്ടി ഒത്തിരി ഓടുകയും വിശ്വസ്തയോടെ നിൽക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എവിടെയോ മടുത്ത് പിന്മാറുന്നതോടെ അനേകരുടെ വാതിൽ അടഞ്ഞു പോകുന്നതിനെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ മടുത്തു പോകാതെ ഈ പ്രഭാതത്തിൽ മുട്ടുന്നവരാണെങ്കിൽ എൻ്റെ ദൈവം നീ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു വാതിൽ തുറക്കാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്നതിന് ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞ്, എൻ്റെ കർത്താവ് ഇതാ എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാൻ പോവുകയാണ്. 3-ാമത്തെ വാതിലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. താക്കോലിട്ട് തുറക്കുന്ന വാതിലുകളുണ്ട്.
നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവവുമായിട്ടൊരു അടുത്തൊരു ബന്ധവും ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവർക്കില്ലാത്തൊരു വെളിപ്പാട് നിങ്ങളുടെ വെളിയിൽ ദൈവം പകരുന്നുണ്ടെങ്കിൽ ഇതാ നിന്റെ വെളിയിൽ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കൈമാറാൻ പോവുകയാണ്. ദാവീദിന്റെ താക്കോലുള്ളവൻ ഇതാ, അവൻ തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. നിനക്ക് വേണ്ടി ഒരു താക്കോലിന്റെ കൈമാറ്റം ഈ പ്രഭാതത്തിൽ ദൈവം കൈമാറുകയാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. പത്രോസ് അപ്പോസ്തലനെ കുറിച്ചുള്ള ആഴമേറിയ വാക്യമാണിത്. യേശുവിനെ കുറിച്ച് അവൻ ആഴമേറിയ ഒരു വെളിപ്പാട് പറയാണ്. പലവരും യിരെമ്യാവെന്നും ഏലിയാവെന്നും ഒക്കെ പറയുമ്പോൾ പത്രോസ് ഇതാ മുമ്പിലോട്ട് വന്ന് പറയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ. പത്രോസിനോട് യേശു മാറ്റി നിർത്തിയിട്ട് പറയാണ്, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്നേഹിന്റെ പിതാവത്രേ നിനക്കത് തുറന്നു തന്നത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിൽ നിന്ന് ചില വെളിപ്പാടുകൾ പ്രാപിച്ചവന്റെ കയ്യിൽ താക്കോലുകൾ വെളിപ്പെട്ടു വരും. മറ്റുള്ളവരിൽ നിന്ന് അവൻ വ്യത്യസ്തനായിരിക്കും. അവൻ പ്രാർത്ഥിച്ചാൽ സൗഖ്യങ്ങൾ നടക്കും. അവൻ പ്രാർത്ഥിച്ചാൽ വലിയ വാതിലുകൾ തുറക്കും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നീ ദൈവത്തോടടുക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ കയ്യിലേക്ക് മറ്റുള്ളവർക്കില്ലാത്തൊരു പ്രാഗൽഭ്യം, നിന്റെ കയ്യിലേക്ക് ഒരു അത്ഭുത താക്കോൽ ദൈവം കൈമാറാൻ പോവുകയാണ്. നീ പ്രാർത്ഥിക്കുന്ന സെക്കൻഡിൽ തന്നെ രോഗികൾ സൗഖ്യമാകും. നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർ പ്രാർത്ഥിച്ചിട്ട് തുറക്കാത്തത് നീ പ്രാർത്ഥിച്ചാൽ തുറന്നു വരും. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ വിശ്വാസത്തോടെ ഇതാ ഒരു താക്കോലിന്റെ കൈമാറ്റം സംഭവിക്കാൻ പോവുകയാണ്. 4-ാമത്തെ താക്കോലിലേക്ക് വരികയാണ്. ചില വാതിലുകൾ നമ്മൾ പ്രസ് ചെയ്താൽ അല്ലെങ്കിൽ തെള്ളിയാലേ തുറക്കത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ചില വാതിലുകൾ തെള്ളിയാലേ തുറക്കത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മളൊന്ന് പ്രസ് ചെയ്താൽ അത് തുറന്നു വരും. ഇതേപോലെ ഞാൻ വിശ്വസിക്കുകയാണ്, ഈ പ്രഭാതത്തിൽ നീ നിന്റെ കൈയടി നിർത്തിയില്ലെങ്കിൽ, കാരാഗ്രഹത്തിൽ പൗലോസും ശീലാസും അടികൊണ്ട് മുറിവേറ്റു കഷ്ടതയുടെ അനുഭവത്തിലായിരുന്നു. പക്ഷെ അവർ സ്തുതിക്കാൻ മറന്നില്ല, അവർ ആരാധിക്കാൻ മറന്നില്ല. അവർ ആ അർദ്ധരാത്രിയിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ അവർക്ക് വേണ്ടി ദൈവം തകർത്ത് കളയുകയാണ്. ഇതാ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവരാജ്യം ബലാത്കാരികൾക്കുള്ളതാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക്, യോഹന്നാൻ സ്നാപകന്റെ നാള് മുതൽ ഇന്നുവരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എന്റെ കൂടെ ചേർന്ന് പറഞ്ഞ്, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുകയാണ്. എന്തെല്ലാം പ്രതികൂലങ്ങളും എന്തെല്ലാം കഷ്ടത്തിലൂടെ കടന്നുപോയാലും എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ ഒരു വാതിൽ തുറക്കുമെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ ബലാത്കാരത്തോടെ ആത്മാവിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഉപവാസം നിർത്തരുത്, പ്രാർത്ഥന നിർത്തരുത്. നിന്റെ ബലാത്കാരത്താൽ, നിന്റെ മേളിൽ വ്യാപരിക്കുന്ന ബലത്താൽ, വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇതാ നിനക്ക് വേണ്ടി വ്യാപരിക്കാൻ പോവുകയാണ്. അടഞ്ഞ വാതിൽ നീ തെള്ളി തുറക്കാൻ പോവുകയാണ്. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി പ്രഭാതത്തിൽ ചിലത് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് കണ്ണുകൾ അടയ്ക്കാൻ പ്രിയരെ. 4 വിധത്തിൽ വാതിലുകൾ തുറക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾ ചിന്തിച്ചത്. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഇന്നൊരു വാതിൽ തുറക്കും. ഇന്ന് ആർക്കും അടയ്ക്കാൻ പറ്റാത്തൊരു വിടുതൽ നീ കാണാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ച്, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുത വാതിലുകൾ തുറക്കണം. ഇവർ ഇന്ന് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാളുകൾ കരഞ്ഞതിനകത്ത്, നാളുകൾ തടസ്സം കണ്ടതിനകത്ത്, നാളുകൾ വിഷമിച്ചതിനകത്ത് എൻ്റെ ദൈവം ഇവർക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുകയാണ്. കർത്താവ് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് സൂമിൽ ആരാധന നടക്കുന്നു. കർത്താവ് നിങ്ങളെയും അധികത്തിൽ മാനിക്കട്ടെ. കർത്താവിൻ്റെ വലിയ വിശ്വാസം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.